അമ്പിയാക്കളിൽ വലിയൊരു നബിയാണല്ലോ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിനെ ഞാനൊന്ന് ഉദാഹരിക്കട്ടെ. മഹാനവറുകളോടൊപ്പം ഒരു സംഘം ആളുകൾ ഒരു ഭാഗത്തുകൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു നായയെ കണ്ടു. അവര് ജീവൻ പോയ നായ അതൊരു ഭാഗത്തങ്ങനെ ചെരിഞ്ഞു കിടക്കും. അപ്പൊ കണ്ട ആളുകൾ പറഞ്ഞു, ഹേ ചത്ത നായ. നമ്മളെന്താ പറയാ, നായ ചത്തു കിടക്കാണ്ട സ്ഥലം എന്നൊക്കെ അവര് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വഭാവം നോക്ക് നിങ്ങൾ. മഹാനവർകൾ ആ നായ നോക്കിയിട്ട് പറഞ്ഞു, അതിന്റെ പല്ലിന് നല്ല വെളുപ്പുണ്ടല്ലേ, അതിന്റെ പല്ലിന് നല്ല വെളുപ്പുണ്ടല്ലോ, നല്ല വെണ്മയുണ്ടല്ലോ, പല്ല് കാണാൻ എന്തൊരു ഭംഗി, ഒരു കറയും ആ പല്ലിനില്ല. സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കി. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് ആ നായ. നമ്മളും അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ, നായയും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആ നായ ചത്ത് കിടക്കുകയാണ്. ഇനി അതിനെ കുഴിച്ചു മൂടണം. ആ നായക്ക് എതിരായ ഒരു വർത്തമാനമല്ല മഹാനവർകൾ പറഞ്ഞത്. അതിലും ഒരു ഗുണമാണ് കണ്ടത്. ഒരു പൂച്ച നമ്മുടെ മുന്നിലൂടെ പോകുമ്പോഴേക്ക് പൂച്ചയെ കാലുകൊണ്ട് തട്ടും ചില ആളുകൾ. പൂച്ചയെ കാലുകൊണ്ട് തട്ടാൻ പാടില്ല, മോശപ്പെട്ട സ്വഭാവം. നമ്മളൊരാളെ കാലുകൊണ്ട് തട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? ചിലപ്പോ അതിന് വേറെ എന്തെങ്കിലും കേസൊക്കെ വരും. പേരൊന്നും ഞാൻ പറയുന്നില്ല അല്ലേ. നമ്മെ പോലെ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ ആ പൂച്ച. എന്തിനതിനെ ഹനിക്കണം? ആ പൂച്ചക്ക് ബഹുമാനം കൊടുക്കണം, കാലുകൊണ്ട് അതിനെ തട്ടാൻ പാടില്ല. വളർത്തു പൂച്ചയാണെങ്കിലും ശരി, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ഭക്ഷണം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ സമയത്ത് തന്നെ കൊടുക്കണം. പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ, നായക്ക് ഭക്ഷണം കൊടുക്കാൻ പഴയ കാലത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുന്നിൽ പാത്രം ഉണ്ടായിരുന്നു. എത്ര വലിയ മഹാനാണ് അവർ.